ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികളും അവരുടെ പ്രധാന ഭരണ പരിഷ്കാരങ്ങളും നിയമങ്ങളും. വാറൻ ഹേസ്റ്റിങ്സ് ഭരണം 1773 മുതൽ 1785. 1773 റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കിയപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരി. ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ. സുപ്രീം കോടതി കൽക്കത്ത 1774 സ്ഥാപിച്ചു. ദ്വിഭരണ സംവിധാനം അവസാനിപ്പിച്ചു. ഭൂനികുതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഹിന്ദു മുസ്ലിം നിയമങ്ങൾ ക്രോഡീകരിക്കാൻ ശ്രമം നടത്തി. ലോർഡ് കോൺവാലിസ് ഭരണം 1786 മുതൽ 1793. പ്രധാന പരിഷ്കാരങ്ങൾ: ശാശ്വത ഭൂനികുതി വ്യവസ്ഥ പെർമനന്റ് സെറ്റിൽമെന്റ് 1793 കൊണ്ടുവന്നു. കോൺവാലിസ് കോഡ്. സിവിൽ സർവീസ് പരിഷ്കരിച്ചു. നീതിന്യായ വ്യവസ്ഥ പരിഷ്കരിച്ചു. പോലീസ് സംവിധാനം ശക്തമാക്കി. ലോർഡ് വെല്ലസ്ലി 1798 മുതൽ 1805. പ്രധാന പരിഷ്കാരങ്ങൾ: സബ്സിഡിയറി അലയൻസ്. നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചിലവിൽ നിലനിർത്തിയാൽ ശത്രുരാജ്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. ഫോർട്ട് വില്യം കോളേജ് 1800. ബ്രിട്ടീഷ് സാമ്രാജ്യം വ്യാപനം ശക്തമായി. ലോർഡ് വില്യം ബെന്റിക് ഭരണം 1828 മുതൽ 1835. പ്രധാന പരിഷ്കാരങ്ങൾ: സതി നിരോധനം നടപ്പിലാക്കി. 1829. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകി. സ്ത്രീ ശിശുഹത്യ നിരോധനം നടപ്പിലാക്കി. സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ലോർഡ് ഓക്ലാൻഡ് 1836 മുതൽ 1842. പ്രധാന കാര്യങ്ങൾ: ആദ്യ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം. ലോർഡ് ഹാർഡിംഗ് 1844 മുതൽ 1848 വരെ. പ്രധാന കാര്യങ്ങൾ: ആദ്യ ആംഗ്ലോ സിഖ് യുദ്ധം. ഗുരുമുഖി ലിപി പ്രോത്സാഹനം. വിദ്യാഭ്യാസത്തിൽ ഇന്ത്യൻ ഭാഷകൾക്ക് പിന്തുണ നൽകി. ലോർഡ് ഡാൽഹൌസി ഭരണം 1848 മുതൽ 1856. പ്രധാന പരിഷ്കാരങ്ങൾ: ദത്തവകാശ നിരോധന നിയമം ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. റെയിൽവേ ആരംഭിച്ചു 1853. ബോംബെ മുതൽ താനെ വരെ ആദ്യ റെയിൽവേ. ടെലിഗ്രാഫ് സംവിധാനം നിലവിൽ വന്നു. പോസ്റ്റൽ സംവിധാനം പരിഷ്കരിച്ചു. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കി 1856. ലോർഡ് കാനിങ് 1856 മുതൽ 1862. പ്രധാന പരിഷ്കാരങ്ങൾ: 1857 വിപ്ലവം. ഇന്ത്യൻ ഭരണാധികാര നിയമം 1858. കമ്പനി ഭരണം അവസാനിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി. ക്വീൻ വിക്ടോറിയയുടെ പ്രഖ്യാപനം 1858 വിളംബരം. ലോർഡ് എൽഗിൻ ഭരണം 1862 മുതൽ 1863. പ്രധാന കാര്യങ്ങൾ: ഹൈക്കോടതികൾ സ്ഥാപിച്ചു. 1861. കൊൽക്കത്ത, ബോംബെ, മദ്രാസ്. 1858 ശേഷം ഭരണ സംവിധാനം ശക്തിപ്പെടുത്തൽ. ലോർഡ് ലിറ്റൺ ഭരണം 1876 മുതൽ 1880. പ്രധാന പരിഷ്കാരങ്ങൾ: ഇന്ത്യൻ പത്രങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന റോയൽ ടൈറ്റിൽസ് ആക്ട്. നാട്ടുഭാഷാ പത്ര നിയമം പാസാക്കിയത് 1876 ലിറ്റൺ പ്രഭു. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. വെർനാക്കുലർ പ്രസ് ആക്ട് 1878. ആയുധ നിയമം നിലവിൽ വന്നത് 1878. ലോർഡ് റിപ്പൺ 1880 മുതൽ 1884. പ്രധാന പരിഷ്കാരങ്ങൾ: ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടു. വെർനാക്കുലർ പ്രസ് ആക്ട് റദ്ദാക്കി. 1881 റെഗുലർ സെൻസസിന് തുടക്കം കുറിച്ചു. വിദ്യാഭ്യാസ പരിഷ്കാരത്തിനായി 1882 ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ്. ലോർഡ് ഡഫറിൻ 1884 മുതൽ 1888. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപനം 1885 നടന്നു. അപ്പർ ബർമ അനക്സ് ചെയ്തു. The British fully annexed Burma, Myanmar into British India by 1886 following three Anglo-Burmese War 1824-26, 1850-1885, driven by imperial ambitions, trade and French influence, culminating in the capture of Mandalay and deposition of King Thibaw after the Third War, making it a province of British India until 1937 when it became a separate colony. ലോർഡ് ലാൻസ്ഡൗൺ 1888 മുതൽ 1894. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892. സിവിൽ സർവീസ് പരീക്ഷ ഇന്ത്യയിലും നടത്തൽ. ഡ്യൂറാൻഡ് ലൈൻ നിർണയം ഇന്ത്യ അഫ്ഗാൻ അതിർത്തി. ലോർഡ് കഴ്സൺ 1899 മുതൽ 1905. പ്രധാന പരിഷ്കാരങ്ങൾ: ബംഗാൾ വിഭജനം 1905.
ഇന്ത്യൻ സർവകലാശാല നിയമം 1904. പുരാവസ്തു വകുപ്പ് ശക്തിപ്പെടുത്തി. റെയിൽവേയിൽ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തി. എന്റെ പൂർവികരെ പോലെ വാൾമുന കൊണ്ട് ഞാനും ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞത് കഴ്സൺ. ലോർഡ് മിന്റോ 2. 1905 മുതൽ 1910. പ്രധാന പരിഷ്കാരങ്ങൾ. മോർലി മിന്റോ പരിഷ്കാരം 1909. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് നടപ്പിലാക്കി. മുസ്ലിങ്ങൾക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് നടപ്പിലാക്കി. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ നിയമിച്ചു. ആദ്യം SP സിൻഹ. ലോർഡ് ഹാർഡിംഗ് 2. 1910 മുതൽ 1916. പ്രധാന പരിഷ്കാരങ്ങൾ. ബംഗാൾ വിഭജനം റദ്ദാക്കി. 1911. തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ സന്ദർശന സമയത്താണ് ഡൽഹി ദർബാർ നടന്നത്. 1911 ആ സമയത്ത് വൈസ്രോയി ആയിരുന്നു ചെംസ്ഫോർഡ്. ലോർഡ് ചെംസ്ഫോർഡ്. ഭരണം 1916 മുതൽ 1921. മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഡയറാർക്കി സംവിധാനം. റൗലറ്റ് ആക്ട് വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടക്കാൻ ഗവൺമെന്റിന് അവകാശം നൽകുന്നു. ഈ നിയമം ചെംസ്ഫോർഡിന്റെ സമയത്താണ് നിലവിൽ വന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നു. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരി. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ സൈമൺ കമ്മീഷൻ 1927. ലോർഡ് റീഡിംഗ് 1921 മുതൽ 1926. റൗലറ്റ് ആക്ട് പിൻവലിച്ചു. നോൺ കോപ്പറേഷൻ സമരം അവസാനിപ്പിച്ചു. ലോർഡ് ഇർവിൻ 1926 മുതൽ 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി. റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഉപ്പ് സത്യാഗ്രഹത്തെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. മുസ്ലിം, സിഖ്, ആംഗ്ലോ ഇന്ത്യൻസ്, ക്രിസ്ത്യൻ എന്നീ മതവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന പ്രത്യേക ഇലക്ട്രേറ്റ് അധസ്ഥിത വിഭാഗങ്ങൾക്കും അനുവദിക്കുന്ന കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. ലോർഡ് വില്ലിംഗ്ടൺ 1931 മുതൽ 1936. രണ്ടാം വട്ടമേശ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ലോർഡ് വെല്ലിംഗ്ടൺ. സിവിൽ നിസ്സഹരണ സമരം നിരോധിച്ചു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ലോർഡ് ലിൻലിത്ഗോ 1936 മുതൽ 1944. പ്രധാന പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട് 1935 നടപ്പിലാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി. ഓഗസ്റ്റ് ഓഫർ 1940 പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണഘടന എന്ന ആശയം ബ്രിട്ടീഷ് ഗവൺമെന്റ് അംഗീകരിച്ചത് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലാണ്. ക്രിപ്സ് മിഷൻ 1942 ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. ഭരണാധികാര നിയമങ്ങൾ നടപ്പിലാക്കി. ലോർഡ് വേവൽ 1944 മുതൽ 1947. പ്രധാന പരിഷ്കാരങ്ങൾ. വേവൽ പ്ലാൻ. ഷിംല കോൺഫറൻസ്. ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനു വേണ്ടി എല്ലാ പാർട്ടികളുടെയും മീറ്റിംഗ് ഷിംലയിൽ വെച്ച് വിളിച്ചുകൂട്ടി. ലോർഡ് മൗണ്ട് ബാറ്റൻ. ഭരണം 1947. പ്രധാന പരിഷ്കാരങ്ങൾ. ഇന്ത്യ വിഭജനത്തിനു വേണ്ടി ഡിക്കി ബേഡ് പ്ലാൻ, ഇസ്മായി പ്ലാൻ മുന്നോട്ട് വെച്ചത് മൗണ്ട് ബാറ്റൻ. ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ അവതരിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. അവസാന വൈസ്രോയി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൻ. ആക്ട്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവയാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1813 ചാർട്ടർ ആക്ട്. 1833 ചാർട്ടർ ആക്ട്. 1853 ചാർട്ടർ ആക്ട്. 1858 ഇന്ത്യൻ ഭരണാധികാര നിയമം. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. 1909 മോർലി മിന്റോ പരിഷ്കാരം. 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. 1935 ഇന്ത്യൻ ഗവൺമെന്റ് ആക്ട്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് രാജാവ് ഒപ്പിട്ടത് 1947 ജൂലൈ 18. ജോർജ് ആറാമൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. താങ്ക് യു.